ഒരു കല്യാണം കഴിക്കുന്നേ ആദ്യമൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നും. പിന്നെ കാലം കുറച്ചൊക്കെ കഴിയുമ്പോണ്ടല്ലോ സാറേ ലൈഫ് വളരെ ബോറായിട്ട് തോന്നും സാറേ. അല്ല സാറേ, സാറിനെ സ്വയം ചെയിൻ കൊണ്ട് കെട്ടിയിരിക്കുന്നത്? ഇതോ? ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാ. ശരി ശരി, സേഫ്റ്റിക്ക് വേണ്ടിയോ? ഈ മനുഷ്യന് കൈ തന്നെ ഇല്ലാതാവുമ്പോ പിന്നെ എന്തിനാ ചെയിന്? എന്ത് സേഫ്റ്റിയാ പിന്നെ ഉള്ളത്? എന്തു പറ്റി? വണ്ടി എന്തിനാ നിർത്തി? സാറേ ബാങ്ക് എത്തി. ദേ നോക്കിക്കേ, സാറിന് ഇവിടെയല്ലേ വരേണ്ടത്? സാറേ, ഇത് തന്നെയല്ലേ ബാങ്ക്? ഇത് തന്നെയാ ബാങ്ക്. താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്. സർ, നിങ്ങളുടെ ഡ്രൈവർ എന്നെ ബാങ്കിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ ഹെൽപ്പ്. എന്താ? ഓക്കെ, ഐ വിൽ ടെൽ ഹിം. താങ്ക് യു. നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം. എന്താ സാർ? നിങ്ങളിവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് ചെല്ലണം. ശരി. മേനോൻ സാറ് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് എയർപോർട്ടിൽ പോകണം. ശരി സാറേ. എന്തു പറ്റി? എന്താ പോകുന്നില്ലേ? ഒന്നുമില്ല, ഞാൻ പോവാണ് സാറേ. ഇയാളെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? മേനോൻ സാർ ഇയാളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളെങ്ങനെ? എനിക്കെന്താ, എൻ്റെ ജോലി കഴിയും, ഞാനിവിടെ നിന്ന് പോകും. ഏയ് സോനു, നീ പോയി അവൻ്റെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് വാ. പക്ഷേ അണ്ണ, അവനത് അവൻ്റെ കൈമേ ബന്ധിച്ചിരിക്കുകയാണ്. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് ആ ബാഗ് കിട്ടണം. ചെല്ല്. വാ. ആ ബാഗ് തന്നേക്കില്ലെങ്കിൽ കാര്യം വഷളാവും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ ഈ ബാഗ് തരില്ല. ഈ ബാഗിൽ എൻ്റെ സഹോദരൻ്റെ കാശാ. ജീവനുണ്ടെങ്കിലല്ലേ സഹോദരനുള്ളൂ. ചെയിൻ അഴിക്ക്. ഞാൻ അഴിക്കില്ല. അപ്പോൾ നീ പറഞ്ഞാൽ കേൾക്കില്ല. ഇത് നല്ലൊരു അവസരമാണ്, പാഴായി കളയരുത്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇത് തന്നെയാ വഴി. അവസാനമായി പറയുക, ആ ബാഗ് എനിക്ക് തന്നേക്ക്. നീ ഇനി എത്ര തവണ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനിത് തരില്ല. അപ്പോൾ നിന്റെ കൈ വെട്ടിയേ പറ്റൂ. ആ ബാഗ് എനിക്ക് തരാൻ.
പറഞ്ഞത് കേട്ടില്ലേ? ബാഗ് തരാൻ. ഇതാരാണ് എന്നെ എറിഞ്ഞത്? ആരാത്? ഹോയ് ഹോയ് ഹോയ്. ഹലോ, ആ ഇൻസ്പെക്ടർ സർ. ആ സർ, സർ വേഗം ഒന്ന് ഇവിടെ സൗത്ത് മാർക്കറ്റിലേക്ക് ഒന്ന് വരൂ. ഇവിടെ കുറച്ച് ഗുണ്ടകൾ ഒരാളെ കൊള്ളയടിക്കാൻ നോക്കുകയാണ്. അയാളെ ആക്രമിച്ചു കൊന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇവിടെ പ്രിൻസിപ്പൽ ബാങ്കിന്റെ അടുത്താണ്. സാർ ഇതെന്ത് ചോദ്യം ചോദിക്കുന്നേ? ഞാനിപ്പോ അതിൽ രണ്ടുപേരെ എറിഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആളെ എറിയാനുള്ള തയ്യാറെടുപ്പില്ല. ഇവരെന്നെ കൊല്ലുന്നതിന് മുന്നേ സാർ എന്നെ ദയവായി രക്ഷിക്കണം പ്ലീസ്. നിങ്ങൾ എന്തിനാ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പിടിക്കവളെ, പിടിക്കാൻ. വേണ്ട 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 വേണ്ട. നീ എന്റെ ആളെ അടിച്ചോ? നോക്ക്, അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വന്ന് ഞാൻ നിങ്ങളെ അടിക്കും. അപ്പൊ നിനക്ക് വടി കൊണ്ടൊക്കെ അടിക്കാൻ അറിയാല്ലേ? എനിക്ക് വാൾ ഉപയോഗിക്കാൻ വരെ അറിയാം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇത് വടിയാണ്, വാളല്ല. മനസ്സിലായോ? നിങ്ങളുടെ വാളിന് അയാളുടെ കൈ മുറിക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ ഈ വടി കൊണ്ട് നിങ്ങളുടെ തലയും കൈയും രണ്ടും പൊട്ടിക്കാൻ സാധിക്കും. ഞാൻ പേടിച്ചു പോയി. അന്നാ കാണിച്ചതാ. വേണ്ട വേണ്ട വേണ്ട, അടുത്തേക്ക് വരണ്ട. നീ എന്റെ ആളുകളെ അടിച്ചോ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നിങ്ങളുടെ ആളുകൾ അയാളെ ഉപദ്രവിക്കുകയല്ലേ? എന്റെ മുന്നിൽ നീ കൂടുതൽ ഷൈൻ ചെയ്യാൻ നോക്കണ്ട. നീ ഒരു പെണ്ണാ. നോക്ക്, അടുത്തേക്ക് വരണ്ട. ഞാൻ നിങ്ങളെ അടിക്കും, ഞാൻ നിങ്ങളെ അടിക്കും. ചേട്ടൻ വിട്. ചേട്ടൻ ഇവരുടെയൊക്കെ ബോസ് അല്ലേ, അപ്പൊ തീർച്ചയായും വിവരം ഉണ്ടാവും. എന്നോട് വഴക്കിട്ടിട്ട് എന്താ കാര്യം? വെറുതെ ടൈം വേസ്റ്റ് ആക്കല്ലേ. അതുപോലെ ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അവരെപ്പോ വേണമെങ്കിലും ഇവിടെ എത്തും. ഒരുപാട് ഉപദ്രവിച്ചതല്ലേ ആ പാവത്തിനെ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അയാളുടെ മുമ്പിൽ ഈ നാടിന് ചീത്തപ്പേരുണ്ടാക്കുകയാണോ? നോക്കൂ ചേട്ടാ, നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കാം, ഞാനും നിങ്ങളെ പോകാൻ അനുവദിക്കാം. നീ എന്നെ ഹരിയാനയുടെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നതാണോ? അത് നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. നീ എന്താ സ്കൂളിലെ ടീച്ചറാണോ? ഏയ്, ആ ബാഗ് വാങ്ങിക്കേ. ഞാനൊന്ന് കാണട്ടെ ആരാ തടയുകയെന്ന്. നീ വലിയ ആളായതല്ലേ, ഞങ്ങൾ നിനക്ക് തല്ലണമല്ലേ? ഇപ്പൊ കണ്ടോ, ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ എന്താ സംഭവിക്കുക? നോക്ക്, അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വന്നാ ഞാൻ നിങ്ങളെ അടിക്കും. ഞാൻ ഉറപ്പായി അടിക്കും. പോലീസ് എന്താ വരാത്തത്? അടുത്തേക്ക് വരരുത്. ഞാൻ നിങ്ങളെ തല്ലും, ഞാൻ നിങ്ങളെ തല്ലും. കണ്ടോ, പോലീസ് വന്നല്ലോ. ഇത് ഫിലിമിലെ പോലീസല്ല, സിനിമ കഴിയുമ്പോ വരാൻ. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ലേ, ഇനി പോലീസിന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ടെങ്കിൽ ഇവിടെ നിന്ന് പെട്ടെന്ന് ഓടിക്കോ, പൊയ്ക്കോ. അതെ, നമുക്കിവിടെ നിന്ന് പോവാം. അഥവാ പോലീസ് ഒന്ന് നമ്മളെ പിടിച്ചാൽ ബോസിന് നമ്മളോട് കൂടുതൽ ദേഷ്യമാവും. ഇവളുടെ കാര്യം നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. വാ പോവാം.
നിന്നെക്കാളും ഇയാൾക്ക് ബുദ്ധിയുണ്ട്. നീ വലിയ തെറ്റാണ് ചെയ്തു പെണ്ണേ. നിനക്കറിയില്ല ഞങ്ങൾ ആരുടെ ആളുകളാണെന്ന്. ആരുടെ? ഞങ്ങൾ ദേവദത്തിന്റെ ആൾക്കാരാണ്. അദ്ദേഹത്തെ വെല്ലുവിളിച്ചതിലൂടെ നീ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ഇനി നീ തീർന്നു. ആ എന്നാ പോയി പറയൂ നിങ്ങളുടെ ദേവദത്തനോട് വേറെ ഏതെങ്കിലും വഴി നോക്കാൻ, എന്തെങ്കിലും നല്ല ജോലി നോക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ സമയത്ത് ഈ പെൺകുട്ടി വരുമെന്ന് ഈ നാടിന്റെ പേര് സംരക്ഷിക്കാനായി. മനസ്സിലായോ? പറയുന്നത് കേൾക്ക്, ഇവിടുന്ന് പോകാം. നമ്മുടെ സമയം ശരിയല്ല. ഈ പെണ്ണിന്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. നിന്നെ ഞങ്ങൾ പിന്നെ എടുത്തോളാം. വാ പോവാം. വാ. ഞാൻ നിന്നെ വെറുതെ വരാനല്ലേ പറഞ്ഞേ? നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് നിനക്ക് മനസ്സിലാവും. ശരി, പൊയ്ക്കോ പൊയ്ക്കോ പോവാൻ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇയാളുടെ ബോധം വീണ്ടെടുക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഹലോ 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 മിസ്റ്റർ. ഹലോ ചേട്ടാ, ഒരു ബോട്ടിലൂടെ തരുവോ? ഓ സോറി സോറി സോറി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി. എന്താ പറ്റിയത്? എന്താ അന്വേഷിക്കുന്നത്? എൻ്റെ ബാഗ്. ബാഗോ? ആ ബാഗും കൊണ്ട് അവര് പോയി. എന്താ? പക്ഷെ അതെങ്ങനെ പറ്റും? എൻ്റെ ഞാൻ അബിയോട് എന്ത് മറുപടി പറയും? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷനാണ്? ഞാൻ അങ്ങനെ ബാഗ് കൊണ്ടുപോകാൻ സമ്മതിക്കോ? ഝാൻസി റാണിയെ പോലെയാണ് പോരാടിയത്, അറിയാമോ? എനിക്കുണ്ടല്ലോ തോൽക്കുന്നത് ഇഷ്ടേയല്ല. ചേട്ടാ, ആ ബാഗ് തന്നെ. ഇതാ നിങ്ങളുടെ ബാഗ്. ഓ താങ്ക് യു സോ മച്ച്. ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവൻ പോയനെ. നോക്കുന്നേ, നിങ്ങളുടെ ജീവന്റെ വിലയല്ലേ? എല്ലാം ഉണ്ടെന്ന് നോക്കൂ. അല്ല, ഈ ബാഗ് ലോക്കായിരുന്നു. പിന്നെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓക്കെ ആണോ? അവർ കുട്ടിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ലല്ലോ? അവര് ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്താണെന്നറിയോ, ദീക്ഷയ്ക്ക് സ്വയം സൂക്ഷിക്കാൻ നന്നായി അറിയാം. നോക്കൂ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് എന്താ പറ്റിയത്? മുഖം കണ്ടിട്ട് നല്ല വിവരമുള്ള ആളെന്നാ തോന്നുന്നത്. എന്നിട്ട് ഇങ്ങനെ പൈസയും ധൈര്യവും ബാഗിൽ ലോക്ക് ചെയ്ത് കൊണ്ട് പോവാണോ? ഓരോരുത്തരും പണത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറാ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഐ മീൻ, ഈ അച്ഛമ്മ അവര് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെറിയ പ്രോബ്ലം ആണെങ്കിലും അതിനെ വലുതാക്കി മാറ്റും. ഓരോ പ്രാവശ്യം പുതിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ പൂജ വെക്കേണ്ട ആവശ്യം എന്താ? നീ തന്നെ പറ, എന്ത് കാര്യത്തിനാ പൂജ വെക്കുന്നത്? ഇവിടെ പ്രോബ്ലം ഉണ്ടാക്കിയത് അച്ഛമ്മയല്ല. ഇവിടെ പ്രോബ്ലം ആ മുന്നിയായി വന്ന പ്രിയയുടെയാ. നീ എന്താ പറയുന്നേ? അല്ലെ, നീ കേട്ടതല്ലേ അച്ഛമ്മ എന്താ പറഞ്ഞെന്ന്? ഈ പൂജയ്ക്ക് വേണ്ടി പ്രിയ തന്നെ അബിയെ സമ്മതിപ്പിച്ചത്. എന്നുവെച്ചാ? അല്ലെ, നിനക്ക് മനസ്സിലാവാത്തതാണോ അതോ നീ മനസ്സിലാവാത്ത പോലെ നാടകം കളിക്കുകയാണോ? നീ എന്താ പറയുന്ന തനു? അല്ലെ, എനിക്ക് തോന്നുന്നത് എല്ലാവരും നമ്മളെ വിഡ്ഢികളാക്കുകയാണെന്നാ. ഐ തിങ്ക് നമ്മൾ അത് ആയിക്കൊണ്ടിരിക്കുക. ആരാ നമ്മളെ വിഡ്ഢിയാക്കുന്നേ? അച്ഛമ്മയാണോ? അച്ഛമ്മയല്ല, മുന്നി. മുന്നിയോ? അതെ, മുന്നി നമ്മളെ ഡബിൾ ക്രോസ് ചെയ്തോണ്ടിരിക്കുക. ഇനി ചിലപ്പോൾ അത് മുന്നി ആയിരിക്കില്ല, പ്രിയ തന്നെ ആയിരിക്കും. ഐ മീൻ, ലാസ്റ്റ് ടൈമിൽ അവൾ പോയി വന്നപ്പോഴും അവൾ സ്വയം മുഖഭാവമൊക്കെ മാറ്റിയായിരുന്നു വന്നത്. നമ്മളെ അവൾ ട്രാപ്പിലാക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാ. പക്ഷെ ആക്ച്വലി അവള് അബിയുടെ സൈഡിലായിക്കൂടെ? ആൻഡ് ഐ തിങ്ക് അവൾ ഇപ്പോഴും ഗ്രാമത്തിലെ പെണ്ണായി വന്നതാണ്, അതായത് മുന്നി എന്ന് പറഞ്ഞു. കാരണം നമുക്ക് സംശയം തോന്നാൻ പാടില്ല. ഇതെല്ലാം അവളുടെ പ്ലാനിങ് ആയിക്കൂടെ? നമ്മളെ കൊടുക്കാൻ വേണ്ടി, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി. തനു, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? എന്നുവെച്ചാ നിന്റെ സംശയം വെറുതെ ആണെന്ന്. അവള് മുന്നിയാണ്, പ്രിയ അല്ല. ഐ മീൻ, അവളിനി പ്രിയ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവൾ ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞേ? നീയാണ് അവളുടെ അടുത്ത് പോയത്, അവള് നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. എന്നിട്ട് നീയാണ് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് അങ്ങോട്ടേക്ക് വരാൻ. ഞാൻ അവിടെ വന്നപ്പോഴാ അവിടെ അവളൊരു റോഡിൽ ഷോ ചെയ്യുന്ന കണ്ടേ. പിന്നെ അതും അവള് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ പിന്നെ കുട്ടികളുടെ കൂടെ ഭിക്ഷ ചോദിക്കുന്നതോ
അതും വെറുതെ ആയിരിക്കാം. അപ്പൊ പിന്നെ ആ കയറിൽ കയറിയതോ അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റോ? പിന്നെ പിന്നെ ആ കുട്ടികൾ എവിടെ നിന്ന് വന്നേ? ഡോക്ടർ ഷീല അതൊക്കെയോ? അപ്പൊ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം, അവരോടും അവള് നാടകം കളിക്കാൻ പറഞ്ഞു അല്ലേ? യു നോ ജസ്റ്റ് ആക്ടിങ്. പക്ഷെ എല്ലാവരും എന്താ അവളെ മുന്നീന്ന് മാത്രം വിളിക്കുന്നേ? അപ്പൊ നാട്ടിലെ എല്ലാരും കള്ളം കാണിക്കുവാണോ? നീ മാത്രം സത്യം പറയുന്നു അല്ലേ? അല്ല ആലിയ, എന്റെ സംശയം കൂടിക്കൊണ്ടിരിക്കുക. മുൻപ് നടന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഐ മീൻ, കഴിഞ്ഞ തവണ വന്നപ്പോഴും എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു എന്ന് അവള് പറഞ്ഞത്. സ്വന്തം അമ്മ, അനുജത്തി ആരോട് സംസാരിക്കുന്നില്ലായിരുന്നു. സ്വന്തം അമ്മയെ എതിരാളിയാക്കാമെങ്കിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ വശത്താക്കാനാണോ പ്രയാസം? ആലിയ, ഇവള് പ്രിയ തന്നെയാ. ഇവളുടെ മനസ്സ് പ്രിയ പോലെ തന്നെയാ. ഇവൾക്ക് പ്രോപ്പർട്ടിയിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അവൾക്ക് അബിയെ മാത്രമാണ് ഇഷ്ടം. അവൾക്ക് ഇതും അറിയാം, ഈ പൂജ ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. അതുകൊണ്ടാ അവൾ അബിയെ പൂജയ്ക്കായി നിർബന്ധിച്ചത്. അവള് കള്ളം പറയാ, അവള് പ്രിയ തന്നെയാ. ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ എന്താ ഇവിടെ വരെ ശ്രമിക്കാത്തെ? എന്താ അവൾ അവിടെ വെയിറ്റ് ചെയ്തേ? നമ്മൾ അവിടെ ചെന്നിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനോ? പറയ്. അതവള് പഠിച്ച കള്ളിയായതുകൊണ്ടാ. എന്ന് വെച്ചാ നമ്മൾ അവളെ സംശയിക്കരുതെന്ന് അവൾ വിചാരിച്ചു. ഐ മീൻ, നമ്മൾ വഴിയല്ലാതെ അവൾ വന്നാൽ അവൾക്ക് ഈ ആൾമാറാട്ടം നടത്താൻ പറ്റാതെ വരും. ഇതെല്ലാം അവളുടെ പ്ലാനിംഗ് ആണ്. അവൾ സേഫ് ഗെയിം നടത്തുക. അവള് പ്രിയ തന്നെയാ ആലിയ. അവള് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. എന്താന്ന് വെച്ചാ അവക്കറിയാം പൂജയ്ക്കും കുങ്കുമത്തിനും താലിക്കും ഒക്കെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. തനു, അത് പ്രിയ അല്ല. ഐ മീൻ ലൈക്ക് അവളുടെ ഭാഷ കണ്ടില്ലേ? അവളുടെ മുടി നോക്ക്, പിന്നെ അവളുടെ വസ്ത്രം നോക്ക്. ഷീസ് നോട്ട് പ്രിയ, ഷീസ് മുന്നി. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവൾക്ക്. പ്രിയാണ് അവള്, മുന്നിയല്ല. അവള് പ്രിയയാണോ മുന്നിയാണോ എന്നറിയാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ? അഥവാ അവള് പൂജക്കിരിക്കാൻ സമ്മതിക്കാതിരുന്ന അവള് മുന്നിയാണ്. പക്ഷെ അവള് പൂജക്കിരിക്കാവുന്ന സ്വയം പറയുകയാണെങ്കിൽ അവള് പ്രിയയാണ്. അല്ല, എനിക്ക് ഉറപ്പാണ് അവള് പ്രിയാണ്. അവൾ അവയെ ഫോഴ്സ് ചെയ്തു പൂജയ്ക്കായിട്ട്. അവൾ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല. എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട് സ്വീറ്റാൾ. എന്താ? നമ്മൾ അവളെ പൂജയിലിരിക്കാൻ സമ്മതിക്കില്ല. അവള് പൂജക്കിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെല്ലാവരും അവളെ വെറുക്കാൻ തുടങ്ങും. അവള് മോശക്കാരിയായിട്ട് മാറും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതവള് സമ്മതിച്ചാ അവള് മുന്നിയാണ്. ഇനിയിപ്പോ സമ്മതിച്ചില്ലെങ്കിൽ അവള് പ്രിയയാണ്. കണ്ട നല്ല ബുദ്ധിയും വിവേകവും ഉള്ള ആളാണെന്ന് തോന്നുമല്ലോ. പൈസയും ബുദ്ധിയെല്ലാം ബാഗിൽ വെച്ച് പൂട്ടിരിക്കുകയാണോ? ചെറിയൊരു തുകയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ആരെങ്കിലും പണയം വെക്കാൻ ശ്രമിക്കുമോ? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? എൻ്റെ ക്യാഷായിരുന്നെങ്കിൽ ഞാൻ റിസ്ക് എടുക്കില്ലായിരുന്നു. ഇത് വേറൊരാളുടെ ക്യാഷാണ്. പിന്നെ അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും. വാവ്, ഭയങ്കര ഡെയറിംഗ് ആണല്ലോ. പക്ഷെ ആ ഗുണ്ടകളും ഭയങ്കര ഭീകരന്മാരാണ്. അവര് പറഞ്ഞത് കേട്ടില്ലേ? അവര് ദേവദത്തനെ കുറിച്ചായിരുന്നു സംസാരിച്ചേ. ദേവദത്തൻ? ഇയാൾക്കറിയുമോ അയാളെ? അതെ, ഇവിടെ എല്ലാവർക്കും അയാളെ കുറിച്ച് അറിയാം. അയാൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രഭാവശാലിയായ കോർപ്പറേറ്ററിന്റെ സഹോദരനാണ്. പ്രഭാവശാലി, ഇൻഫ്ലുവൻഷ്യൽ, നല്ല പവറുള്ള, ആ പവർ വെച്ച് എല്ലാവരും കയ്യിലെടുക്കുന്ന ആള്. അയാളുടെ സഹോദരനാണ് ദേവദത്ത. ഇവിടെ മൊത്തം അയാളുടെ ആൾക്കാരാ. ഡ്രഗ്സ്, സ്ഥലം കൈക്കലാക്കൽ, പലിശയ്ക്ക് കൊടുക്കുക, വാങ്ങുക, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങളാണെങ്കിൽ ഇപ്പൊ അയാളുടെ ആൾക്കാരുമായിട്ട് അടിയുണ്ടാക്കിയത്.